നമസ്കാരം പ്രേക്ഷകർ, എങ്ങനെ ലാലേട്ടൻ ചിത്രങ്ങളായ എമ്പുരാനും പുലിമുരുകനും കല്യാണി പ്രിയദർശന്റെ ലോക ചാപ്റ്റർ 1 ചന്ദ്രയ്ക്ക് മുന്നിൽ വീണിരിക്കുകയാണ്. ഓരോ ദിവസവും കഴിയും തോറും ഓരോ റെക്കോർഡുകൾ ഇങ്ങനെ സൃഷ്ടിക്കുക എന്ന് പറയുന്നത് നിസ്സാര സംഭവമല്ല. പ്രത്യേകിച്ച് തിയേറ്ററുകൾ അടച്ചുപൂട്ടുമെന്ന് കരുതിയെടുത്ത് നിന്ന് തിയേറ്ററുകളിൽ ഇനി സിനിമ ആര് പോയി കാണുമെന്ന് ചിന്തിച്ചെടുത്തതുകൊണ്ടാണ് പുതുചരിത്രങ്ങൾ യാതൊരുവിധ ഹൈപ്പുമില്ലാത്ത ഒരു മലയാള ചിത്രം സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം. പ്രേക്ഷകരോട് ഏറ്റവും പുതിയ അപ്ഡേറ്റ് പറയാനുള്ളത്, തമിഴ്നാട്ടിൽ ലോക ചാപ്റ്റർ 1 ചന്ദ്ര തീർക്കുന്ന ഒരു റെക്കോർഡാണ്. പ്രത്യേകിച്ച് പുലിമുരുകൻ 2016 L2E എമ്പുരാനുമൊക്കെ തമിഴ്നാട്ടിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുകയും ആ സമയത്ത് തിയേറ്ററുകളിൽ വളരെയധികം ആളുകൾ ഈ ചിത്രങ്ങളൊക്കെ കാണുകയും ചെയ്തിരുന്നു. ഈ സിനിമകളുടെ തിയേറ്റർ ബോക്സ് ഓഫീസ് റെക്കോർഡാണ് ഇപ്പോൾ ദുൽഖർ സൽമാന്റെ നിർമ്മാണത്തിൽ ഉള്ള ലോക ചാപ്റ്റർ 1 ചന്ദ്ര തീർത്തിരിക്കുന്നത്. അതും റിലീസ് ചെയ്ത് വെറും 2 ആഴ്ച കൊണ്ട് 14 ദിവസങ്ങൾ കൊണ്ടാണ് ലോക ഈ റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് ഏകദേശം 13.62 കോടി രൂപയാണ് 13 ദിവസങ്ങൾ കൊണ്ട് ലോക ചാപ്റ്റർ 1 തമിഴ്നാട്ടിൽ നിന്ന് മാത്രമായി നേടിയിരിക്കുന്നത്. മലയാള ചിത്രങ്ങളിൽ തമിഴ്നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ പണം വാരുന്ന രണ്ടാമത്തെ ചിത്രമായി ഇതിലൂടെ ലോക മാറി. പ്രേമലുവും ആവേശവും മാർക്കോയും എമ്പുരാനും പുലിമുരുകനും തുടരുമും എല്ലാം തകർത്തുകൊണ്ടാണ് ലോക വെറും 2 ആഴ്ച കൊണ്ട് ഈ സിനിമകളുടെയൊക്കെ തമിഴ്നാട്ടിലെ ലൈഫ് ടൈം കളക്ഷൻ ബ്രേക്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് യാതൊരു ഹൈപ്പും ഇല്ലാതെ വലിയ മൾട്ടി സ്റ്റാറർ എന്നുള്ള രീതിയിൽ ഒന്നും വരാത്ത ഒരു ചിത്രം ഇത്രയും വലിയ കളക്ഷൻ നേടുക എന്ന് പറയുന്നതും ചിന്തിക്കാൻ കഴിയാത്തതാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, തമിഴ്നാട്ടിൽ നിന്ന് കളക്ഷൻ നേടിയിരിക്കുന്ന ആദ്യ മലയാള ചിത്രം ഏതാണെന്ന്. അത് 65 കോടി രൂപ തമിഴ്നാട്ടിൽ നിന്നും കളക്ട് ചെയ്ത സൗബിൻ ഷാഹിർ, ശ്രീനാഥ് ഭാസി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയാണ്. മഞ്ഞുമൽ ബോയ്സ് കേരളത്തിൽ റിലീസ് ചെയ്ത് തമിഴ്നാട്ടിലുണ്ടാക്കിയ ഓളം ചേർത്തൊന്നും അല്ലല്ലോ. കാരണം ഫെബ്രുവരി 22 മഞ്ഞുമൽ ബോയ്സിൻ്റെ റിലീസ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ആ സമയത്ത് ഇത് കേരളത്തിൽ തന്നെ ഒരു വലിയ ഓണം ഉണ്ടാക്കി. അതിനുശേഷം തമിഴ്നാട്ടിൽ ഇത് വലിയൊരു തരംഗമായല്ലോ. കാരണം പ്രത്യേകിച്ച് ഗുണ കേവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടും കമൽഹാസൻ്റെ ഗാനവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടും ഈ സിനിമ തമിഴരങ്ങ് ഏറ്റെടുക്കുകയായിരുന്നു. ഗുണ എന്ന സിനിമയിലൂടെ ഈ സിനിമയ്ക്ക് ഒരു റെഫറൻസ് പോയിന്റ് കൊണ്ടുവരുന്നു. അതിനുശേഷം ഇതിലെ ഗണപതി ആവട്ടെ, ശ്രീനാഥ് ഭാസി ആവട്ടെ, ഡയറക്ടർ ചിദംബരം ആവട്ടെ, സൗബിൻ ആവട്ടെ, ഇവരെല്ലാവരും കമൽഹാസനെയും രജനീകാന്തിനെയൊക്കെ പോയി നേരിട്ട് കാണുകയും കമൽഹാസനായിട്ട് ഒരു വലിയ സംസാരം തന്നെ ഉണ്ടാവുകയും അത് പ്രേക്ഷകർ കാണുകയും ചെയ്തു എന്നുള്ളത് നമ്മളെല്ലാവരും അറിയുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഈ 2 സിനിമകൾ, ഇപ്പോൾ ലോക ആയിക്കോട്ടെ, ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് ആയിക്കോട്ടെ, ഈ 2 സിനിമകളിലുമുള്ളൊരു പ്രധാന ഫാക്ടർ എന്ന് പറയുന്നത് ചന്തു സലീം കുമാറാണ്. അവിടെ പോയി ലൂസ് അടിയട എന്ന് മഞ്ഞുമൽ ബോയ്സിലൂടെ പറഞ്ഞെങ്കിൽ ഇവിടെ ലോകയിലൂടെ പൊട്ടിച്ചിരിയുടെ മാലപ്പടക്കം ചന്തു ഇതിനകത്ത് തീർക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ തമിഴർക്ക് ചന്തുവും വളരെയധികം ഫേവററ്റ് ആവുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നമുക്ക് തമിഴ്നാട്ടിൽ നിന്നും പണം വാരിയ മലയാള ചിത്രങ്ങൾ ഏതൊക്കെയാണ് എന്നൊന്ന് നോക്കാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 65 കോടി, കൃത്യമായ കണക്കുകൾ പറയുകയാണെങ്കിൽ 64.20 കോടി രൂപയാണ് മഞ്ഞുമൽ ബോയ്സ് തമിഴ്നാട്ടിൽ നിന്ന് നേടിയിരിക്കുന്നത്. ഈ ചിത്രം മഞ്ഞുമൽ ബോയ്സ് തന്നെയാണ് തമിഴ്നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ പണം വാരിയ മലയാള ചിത്രമായിട്ട് പറയേണ്ടത്. തമിഴ് ചിത്രമൊക്കെ ഇവിടെ മലയാളികൾ സ്വീകരിക്കുന്നത് പോലെ അല്ല തമിഴ്നാട്ടിൽ മലയാള ചിത്രങ്ങൾ സ്വീകരിക്കുന്നത്. അവിടെ വളരെ കുറവാണ്. അത് ബ്രേക്ക് ചെയ്ത ഒരു സിനിമയും കൂടിയാണ് മഞ്ഞുമൽ ബോയ്സ്. മഞ്ഞുമൽ ബോയ്സിൻ്റെ റെക്കോർഡ് ഇങ്ങനെ നിൽക്കുകയാണ്. അത് ലോക തീർക്കുമോ എന്നുള്ള കാര്യത്തിൽ വലിയ സംശയങ്ങൾ നിലനിൽക്കുക തന്നെയാണ്. കാരണം മഞ്ഞുമൽ ബോയ്സ് തരംഗമായിരുന്നു കേട്ടോ. ലോക ഇനിയും 50 കോടി നേടിയാൽ മാത്രമേ മഞ്ഞുമൽ ബോയ്സ് ക്രിയേറ്റ് ചെയ്ത റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ പറ്റൂ. അത് പോസിബിൾ ആണോ എന്നുള്ളത് ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. എന്തായാലും രണ്ടാമത് നിൽക്കുന്നത് സൂചിപ്പിച്ചതുപോലെ തന്നെ ലോക ചാപ്റ്റർ 1 ചന്ദ്രയാണ്. 13.6 കോടി രൂപയാണ് ഇതുവരെ തമിഴ്നാട്ടിൽ നിന്നും ചിത്രം നേടിയിരിക്കുന്നത്. മൂന്നാമത്തത് ആവേശമാണ്. 10.25 കോടി രൂപ, അത് ഏകദേശം 11 കോടിയോളം രൂപയാണ് ആവേശം തമിഴ്നാട്ടിലെ ബോക്സ് ഓഫീസിൽ നിന്നും നേടിയിരിക്കുന്നത്. പ്രേമലു ആണ് 4ാം സ്ഥാനത്തുള്ളത്. പ്രേമലു ഏകദേശം 10.6 കോടി രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. 5ാം സ്ഥാനത്താണ് മോഹൻലാൽ ചിത്രമായ എമ്പുരാൻ വന്നത്. എമ്പുരാൻ ഏകദേശം 9.3 കോടി രൂപയാണ്. എമ്പുരാൻ്റെ കാര്യം പറയുമ്പോൾ ലൈക്ക പ്രൊഡക്ഷൻസിൻ്റെ കാര്യം പറയണം. അവസാന നിമിഷം ലൈക്ക പോലൊരു ബ്രഹ്മാണ്ഡ കമ്പനി പിന്മാറിയത് എമ്പുരാൻ ചെറിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ലൈക്ക പോലൊരു കമ്പനി, തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ കമ്പനി, അതിലൂടെ തമിഴ് ഓഡിയൻസിനെയും പിടിക്കാൻ ശ്രമിച്ച സിനിമ, അത് പക്ഷേ ലൈക്കയുടെ പിന്മാറ്റം സിനിമയെ ബാധിച്ചിട്ടുണ്ടെന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. 6ാം സ്ഥാനത്തുള്ളത് ആട് ജീവിതമാണ്. 8.2
2 കോടി രൂപയാണ് ആടുജീവിതം തമിഴ്നാട്ടിൽ നിന്ന് മാത്രമായി നേടിയിരിക്കുന്ന കളക്ഷൻ. കുറുപ്പ് 7ാം സ്ഥാനത്ത് നിൽക്കുന്നു. ദുൽഖർ സൽമാൻ നായകനായ കുറുപ്പ് 5.85 കോടി. അതിനുശേഷമാണ് തുടരും എന്ന ചിത്രം വരുന്നത്. മലയാളത്തിൽ ഈ കൊല്ലം തരംഗം തീർത്ത തുടരും തമിഴ്നാട്ടിൽ നിന്ന് നേടിയത് 5.25 കോടി രൂപയാണ്. പുലിമുരുകൻ 2016 തിയേറ്റർ കളക്ഷനും തിയേറ്റർ റേറ്റുമാണെന്ന് ഓർക്കണം. ആ സമയത്ത് തമിഴ്നാട്ടിൽ നിന്ന് നേടിയത് 4.25 കോടി രൂപയാണ്. 2016 റേറ്റ് അല്ല, 2025 ഏകദേശം 10 വർഷത്തെ വ്യത്യാസത്തിൽ തിയേറ്റർ മാറി, തിയേറ്ററിലെ ടിക്കറ്റ് റേറ്റ് മാറി, എല്ലാം മാറിയിട്ട് പോലും 4.25 കോടി രൂപയാണ് പുലിമുരുകൻ തിയേറ്റേഴ്സിൽ നിന്ന് നേടിയത് തമിഴ്നാട്ടിൽ. 10ാം സ്ഥാനത്തുള്ളതാണ് മാർക്കോ. 3.2 കോടി രൂപയാണ് തമിഴ്നാട്ടിലെ തിയേറ്ററിൽ നിന്ന് നേടിയിരിക്കുന്നത്. എന്തായാലും കല്യാണിയും നസ്ലനും ചന്തുവും ദുൽഖറും എല്ലാവരും കൂടി ഇറങ്ങി തിരിച്ച് കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിൽ ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ തീർക്കുന്ന ഓരോ പുതിയ റെക്കോർഡുകളും ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. മലയാള സിനിമ ആഘോഷിക്കപ്പെടുകയാണ്. വർക്കിംഗ് ദിവസങ്ങളിൽ പോലും അർദ്ധരാത്രിയിൽ പോലും സിനിമ കാണുകയും അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുകയും വരുന്നത് പിള്ളേരെ സെറ്റാണ്. ഫാമിലി അടക്കം കൊച്ചു കുട്ടികളുമായിട്ട് അർദ്ധരാത്രി 12 മണിക്കും 1 മണിക്കുമുള്ള എക്സ്ട്രാ സ്പെഷ്യൽ നൈറ്റ് ഷോ ഒക്കെ കാണാൻ വേണ്ടി എത്തുമ്പോഴേക്കും ഹൗസ് ഫുൾ എന്ന് പറയുന്നതിനകത്ത് യാതൊരുവിധ രീതിയിലുമുള്ള ഈ പൊക്കിയടിയോ അല്ലെങ്കിൽ ഇത് വെറുതെ തള്ളിമറിക്കുന്നതോ ഇല്ല. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ തിയേറ്ററുകളിൽ പോയി ഏതെങ്കിലും ഒരു വർക്കിംഗ് ഡേ, പ്രത്യേകിച്ച് ഈ ആഴ്ച തന്നെ പോയാലും മതി, വർക്കിംഗ് ഡേയിൽ പോയിട്ട് ഈ സിനിമയുടെ നൈറ്റ് ഷോ നിങ്ങൾ നേരിട്ട് പോയി കാണുക. കാരണം ഞാൻ മെനഞ്ഞാന്ന് രാത്രി കണ്ട ആളാണ്. മെനഞ്ഞാന്ന് അർദ്ധരാത്രി ഏരീസ് പ്ലെക്സ് ഓഡിയോ 1-ൽ പോയിട്ടാണ് കണ്ടത്. ഫ്രണ്ട് റോയിലെ ആ ഒരു റോയിൽ അർദ്ധരാത്രി എന്ന് പറയുമ്പോൾ 11:45 കേട്ടോ ഷോ. ഫ്രണ്ട് റോ, അതായത് ഫ്രണ്ട് റോയിൽ അങ്ങനത്തെയും ഇങ്ങനത്തെയും സീറ്റുകൾ കാലിയായിരുന്നു. വാസ്തവമായിട്ടാണ് പറയുന്നത്. ബാക്കി എല്ലാ സീറ്റ് ഹൗസ്ഫുള്ളാണ്. എല്ലാ സീറ്റിലും ആളുണ്ടായിരുന്നു. ഹൗസ് പാക്ഡ് ആയിരുന്നു. അതായിരുന്നു ആദ്യ അവസ്ഥ. അതായത് ഞാൻ പറയുന്ന ഒരു വർക്കിംഗ് ഡേ രാത്രി 11:45 കാര്യമാണ് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് പല സെൻറ്റേഴ്സിലുമുള്ള അവസ്ഥ. ഓരോ പുതിയ ദിവസങ്ങളിലും ഓരോ റെക്കോർഡുകൾ തീർത്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് മലയാള സിനിമ കാണുന്നത്. ഇത് വളരെ വലിയൊരു പോസിറ്റീവ് ഫാക്ടറായിട്ട് മാറുന്നു. അതോടൊപ്പം തന്നെ മറ്റ് ഇൻഡസ്ട്രികൾ അസൂയയോടെ മലയാള ഇൻഡസ്ട്രിയെ നോക്കിക്കാണും.